വളരെ സവിശേഷതകളുള്ള ഒരായുധം കൂടി ഇന്ത്യൻ സൈന്യത്തിന് സ്വന്തമാവുകയാണ്. മൗണ്ടഡ് ഗൺ സിസ്റ്റം MGS. രാജ്യത്തിന്റെ പൗരന്മാരെയും വസ്തുവകകളെയും സംരക്ഷിക്കുവാൻ മൗണ്ടഡ് ഗൺ സിസ്റ്റം ഇനി വലിയ പങ്കുവഹിക്കും. 40 മുതൽ 80 വരെ കിലോമീറ്റർ ശത്രു ലക്ഷ്യത്തിലേക്ക് നിറയൊഴിക്കുവാനും അത് നിമിഷങ്ങൾ കൊണ്ട് ചെയ്യുവാനും നിമിഷങ്ങൾ കൊണ്ട് സ്ഥാനം മാറുവാനും കഴിവുള്ളവയാണ് ഇത്തരം ഗണ്ണുകൾ. റഷ്യ ഉക്രൈൻ യുദ്ധവും ഓപ്പറേഷൻ സിന്ദൂറും ഇത്തരമൊരു ആയുധത്തിന്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുന്നതാണ്. 2025 മെയ് മാസം 7-ാം തീയതി കാശ്മീരിലെ പൂഞ്ചിലെ ഒരു ഗ്രാമം 12 വയസ്സുള്ള ഇരട്ട കുട്ടികളായ സോയയും അയൻ ഖാനും പാകിസ്ഥാനി ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെടുകയും അവരുടെ പിതാവ് റമീസ് ഖാൻ വളരെ ഗുരുതരമായി പരിക്കേൽക്കുകയും ഹോസ്പിറ്റലിൽ അത്യാഹിത ചികിത്സാ വിഭാഗത്തിലേക്ക് മാറ്റപ്പെടുകയും ഇതോടൊപ്പം തന്നെ ആ വീട്ടിലെ 2 മുതിർന്ന അംഗങ്ങൾ മരണപ്പെടുകയും ചെയ്തു. അവരുടെ കോൺക്രീറ്റ് വീടിന് മുമ്പിൽ ഷെല്ല് പതിച്ചതോടെ ആ വീട് തകരുകയും ചെയ്തു. കഴിഞ്ഞ 50 വർഷത്തിനിടെ നടന്ന ഭീകരമായ ഈ ഷെല്ലാക്രമണത്തിൽ പല ജീവനുകൾ നഷ്ടപ്പെടുകയും വസ്തുവകകൾക്ക് നാശം സംഭവിക്കുകയും ചെയ്തു. പ്രത്യാക്രമണത്തിനായി ഭാരതം ഉപയോഗിച്ചത് ബോഫോഴ്സ്, അതുപോലെ M77 എന്നിങ്ങനെയുള്ള ഗണ്ണുകളും T-72 ടാങ്കുകളുമാണ്. ഇത്തരം ഗണ്ണുകളുടെ ഒരു വലിയ പരിമിതി വെടിയുതിർക്കുവാൻ 5 മുതൽ 10 വരെ മിനിറ്റുകൾ എടുക്കും. ഈ സമയത്തിനുള്ളിൽ ശത്രുവിന്റെ റഡാർ ലക്ഷ്യസ്ഥാനം കൃത്യമായി തിരിച്ചറിഞ്ഞ് പ്രത്യാക്രമണം നടത്തുകയും അതിൽ കൂടെ നമ്മുടെ വസ്തുവകകളും അതുപോലെ ഗണ്ണുകളും നഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ ഇന്ത്യയുടെ പുതിയ മൗണ്ടഡ് ഗൺ സിസ്റ്റം ഇതിനെല്ലാം പരിഹാരമാവുകയാണ്. കേവലം 80 സെക്കൻഡിനുള്ളിൽ വെടിയുതിർത്ത് പെട്ടെന്ന് തന്നെ സ്ഥാനം മാറുവാൻ കഴിയുന്നതിനാൽ ശത്രുവിന്റെ റഡാറിന് പെട്ടെന്ന് കണ്ടുപിടിച്ച് തിരിച്ചു വെടിയുതിർക്കാൻ കഴിയാതെ വരും. നമ്മുടെ രാജ്യം 3488 കിലോമീറ്റർ അതിർത്തി മറ്റു രാജ്യങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. നിരപ്പായ റോഡുകളിൽ 90 കിലോമീറ്റർ വേഗതയും റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള പ്രതലങ്ങളിൽ ഏതാണ്ട് 60 കിലോമീറ്റർ വേഗത്തിലും ഇതിന് സഞ്ചരിക്കുവാൻ കഴിയും. കയറ്റവും ഇറക്കവും കുന്നും കുഴികളും എല്ലാം അതിവേഗത്തിൽ താണ്ടുവാനുള്ള ഇതിന്റെ കഴിവും ഇതിനെ വ്യത്യസ്തമാക്കും. ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നുകൊണ്ടുള്ള സാമ്പ്രദായിക ആക്രമണ രീതിയിൽ നിന്നും വ്യത്യസ്തമായി ആധുനികതയിലേക്കുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു ചുവടുവെപ്പ് കൂടിയാണ് ഇത്. പലതരത്തിലുള്ള വെടിക്കോപ്പുകൾ ഉപയോഗിക്കാൻ കഴിയുന്നതും ശത്രുവിന്റെ കേന്ദ്രങ്ങളിലേക്ക് ബഹുദൂരം ആഴത്തിൽ ക്ഷതമേൽപ്പിക്കാൻ കഴിയുന്നതും മാത്രമല്ല എല്ലാ കാലാവസ്ഥയിലും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്നതും ഈ ആയുധത്തിന്റെ മറ്റു പ്രത്യേകതകളാണ്. DRDOയും ഭാരത് ഫോർജ് ലിമിറ്റഡും ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡും ചേർന്നാണ് ഈ ആയുധം നിർമ്മിച്ചിട്ടുള്ളത്.